Hi everyone, it's me Momsi. Welcome to Beyond Book Series Day 20. Let me ask you one question. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി എന്താണ് ചെയ്യാറുള്ളത്? കംപ്ലൈൻസ് പറയാറാണോ അതോ നന്ദി പറയാറാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ എത്ര തവണ പറയാറുണ്ട്? ഇന്ന് നല്ല ചൂടാണ്, ഇന്ന് നല്ല തിരക്കാണ്, ഒരു സമാധാനമില്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നിങ്ങനെ ഒട്ടേറെ കംപ്ലൈൻസ് നമ്മൾ പറയാറുണ്ടല്ലേ? എന്നാൽ എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെയുണ്ടല്ലോ എന്നാലോചിച്ച് നമ്മളെ എത്ര തവണ മനസ്സറിഞ്ഞ് നന്ദി പറയാറുണ്ട്? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീക്രട്ട് ടൂളിനെ കുറിച്ചിട്ടാണ്, ഗ്രാറ്റിറ്റ്യൂഡ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നന്ദി പറയേണ്ടതുള്ളൂ എന്നാണ്. ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം വരുമ്പോൾ. എന്നാൽ ജീവിതം എന്നത് ഈ വലിയ കാര്യങ്ങൾക്കിടയിലുള്ള ചെറിയ നിമിഷങ്ങളാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ എന്തിനെയാണോ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതൊരു കുട്ടിയുടെ കഴിവിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും റിലേഷൻഷിപ്പിലായാലും ശരി. സത്യത്തില് പരാതികൾ കൂടുതലുള്ള ഒരാളുടെ മനസ്സ് എപ്പോഴും ഭാരപ്പെട്ടതായിരിക്കും. എന്നാൽ നന്ദി പറയുന്നവരുടെ മനസ്സ് ഒരു പുഴ പോലെ ശാന്തമായിരിക്കും. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലായ്മ മാത്രം അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് നോക്കി നന്ദി പറയുമ്പോൾ നമ്മുടെ അബൻഡൻസ്, സമൃദ്ധി അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാജിക് അല്ല, ഇത് ശരിക്കും ഒരു മൈൻഡ് സെറ്റ് ആണ്. ഒരു വിദ്യാർത്ഥിക്ക് ഇത് പഠനത്തിൽ ശ്രദ്ധ നൽകാൻ സഹായിക്കുമെങ്കിൽ ഒരു ബിസിനസ് മാനിന് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വുമന് അല്ലെങ്കിൽ സാധാരണക്കാരനും ഇത് ജോലിയിലെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക. അത് വലിയ കാര്യങ്ങളാകണമെന്നില്ല. ഇന്ന് നിങ്ങൾ കഴിച്ച നല്ല ഭക്ഷണത്തിന്, നിങ്ങളെ കേൾക്കാൻ തയ്യാറായ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. സന്തോഷമുള്ളത് കൊണ്ടല്ല നമ്മൾ നന്ദി പറയുന്നത്, നന്ദിയുള്ളവരായത് കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. സോ ഇന്നു മുതൽ പരാതികൾ കുറിച്ച് നമ്മളുടെ കയ്യിലുള്ള കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളെ സ്നേഹിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. നന്ദിയുള്ള മനസ്സ് വളർത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് കമന്റ് ചെയ്യുക. Remember, you don't grow by chasing more, you grow by valuing what you already have. That's all for today. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.